ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. കാലേബ് തന്റെ 40-ാമത്തെ വയസ്സിൽ മോശയാൽ നിയോഗിക്കപ്പെട്ട് കനാൻ ഉറ്റുനോക്കുവാൻ പോയി വന്നവരിൽ പലരും പറഞ്ഞു, ആ പട്ടണം പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ കാലേബ് പറഞ്ഞു അത് നടക്കും, ഇറ്റ് ഈസ് പോസിബിൾ. ഇതേ കാലേബ് തന്റെ 85-ാമത്തെ വയസ്സിൽ യോശുവയോട് പറഞ്ഞു, എനിക്ക് 40-ലുള്ള അതേ ആരോഗ്യം ഇപ്പോഴും ഉണ്ട്, ഹെബ്രോൻ ഞാൻ പിടിച്ചടക്കും. ഈ 40-കളിലും 85, ഈ നീണ്ട 45 വർഷം ഒരേ വിഷൻ, ഒരേ കാഴ്ചപ്പാടോടുകൂടി കാലേബിന് നിൽക്കുവാനുള്ള കാര്യം കാലേബ് തന്നെ പറയുന്നുണ്ട്. ഞാൻ ദൈവമായ യഹോവയോട് പറ്റി നിന്നു. ഈ പറ്റി നിൽക്കൽ എന്ന പദം ആഴമായി പഠിച്ചപ്പോൾ മനസ്സിലായത് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് സ്ഥിരതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്ഥിരമായി നാം ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് ബലം വർദ്ധിക്കും. സ്ഥിരമായി പാപം ചെയ്താൽ ആ പാപം നമ്മിൽ ബലമെടുക്കും. സ്ഥിരമായി പ്രാർത്ഥിച്ചാൽ, സ്ഥിരമായി വചനം ധ്യാനിച്ചാൽ, സ്ഥിരമായി വചനം പഠിച്ചാൽ, സ്ഥിരമായി സ്തുതിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ കോട്ടയായി, വലിയ ബലമായി അത് വെളിപ്പെടും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എപ്പോഴും സന്തോഷിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കും. സ്ഥിരത നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ചില ഇൻബോൺ ടാലന്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില പാടാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, എന്നാൽ അത് സ്ഥിരമായി അതിനെ പ്രയോജനപ്പെടുത്തിയില്ല, പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിതത്തിൽ അക്യൂർ ചെയ്യുന്ന, വന്നു ചേരുന്ന കഴിവുകൾ നമ്മൾ സ്ഥിരമായി പ്രയോജനപ്പെടുത്തിയാൽ, അഭ്യസിപ്പിച്ചാൽ അത് വലിയ ക്ലാരിറ്റിയോടുകൂടി, വലിയ വിജയത്തോടുകൂടി നമ്മുടെ ജീവിതത്തോട് പറ്റി നിൽക്കാൻ സാധ്യതയുണ്ട്. സ്ഥിരത, ഓട്ടക്കളത്തിൽ ഓടുന്നവർ സ്ഥിരമായി ഓടണം. ആമേൻ. ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കാര്യത്തിനകത്ത് ദൈവം എല്ലാം സ്ഥിരതയോടുകൂടെ ചെയ്യുന്നവരാണ്. ഉൽപ്പത്തിയിൽ തന്നെ കൂൾ ഓഫ് ദ ഡേ, വെയിലാറാകുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും സമയത്തെ സ്പെൻഡ് ചെയ്യും. എന്നും ദൈവം ചെയ്യും. ദൈവത്തിന്റെ സൃഷ്ടിപ്പുകളിൽ എല്ലാം സൂര്യൻ എന്നും ഉദിക്കും, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം എന്നും അതിന്റെ ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആ സ്ഥിരത വെളിപ്പെടട്ടെ. ഈ സന്ദേശം കേൾക്കുന്നിടം മേൽ ആ കാഴ്ചപ്പാട് വരട്ടെ, ആഗ്രഹം വരട്ടെ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ സ്ഥിരമായ ഒരു ആത്മാവിനാൽ എന്നെ പുതുക്കണമേ. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്നവർ ഒന്ന് ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ മേൽ സ്ഥിരത വെളിപ്പെടണമേ. സ്ഥിരമായി ഓടുവാൻ, സ്ഥിരമായി പ്രാർത്ഥിപ്പാൻ, സ്ഥിരമായി വചനം ധ്യാനിപ്പാൻ, സ്ഥിരതയോടുകൂടി ദിവസത്തിൽ നിൽപ്പാൻ, ഇന്നത്തെ അതേ വിഷനിൽ, കാഴ്ചപ്പാടിൽ നാളുകളിലും നിൽക്കാൻ കാലേബ് 40-ലുണ്ടായിരുന്ന അതേ വിഷൻ, അതേ ആർജവം, അതേ ബലം അദ്ദേഹത്തിന് 85-ലും ഉണ്ടായത് സ്ഥിരതയോടുള്ള ദൈവിക ബന്ധമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.